ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനം 31 അധ്യായം 7 വചനം ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു, അവിടുന്ന് എൻ്റെ യാതനകൾ ശ്രദ്ധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പലപ്പോഴും നമ്മുടെ ഞെരുക്കങ്ങളിലൂടെ കടത്തിവിടും. കർത്താവിൻ്റെ വചനം അത് തന്നെയാണല്ലോ. ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയത്, വീതി കുറഞ്ഞത്, ഞെരുക്കമേറിയതാണ്. ഞെരുക്കങ്ങളിൽ കർത്താവ് നമ്മുടെ യാതനകൾ ശ്രദ്ധിക്കും, ദുരിതങ്ങൾ കാണും. അവൻ കാണുന്നതും അവൻ പ്രവർത്തിക്കുന്നതും കാണുമ്പോൾ ആനന്ദിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, അതുമാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. എൻ്റെ ദുരിതങ്ങൾ അങ്ങ് കണ്ടിരിക്കുന്നു, എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി മാനസികമായ ഭാരവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയെല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാ ദുരിതങ്ങളും യാതനകളും ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിൽ തൃപ്തരാകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോയെ, അങ്ങത് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ കരുണയുണ്ടാകട്ടെ. ആനന്ദം, സ്നേഹം, കരുതൽ അത് നമുക്കെല്ലാം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം.